ഹലോ ഗായ്സ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ വന്ന പടത്തിൻ്റെ പേര് സർജമീൻ. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് പൃഥ്വിരാജ്, രാജുവേട്ടൻ, കാജോള്, പിന്നെ സൈഫ് അലി ഖാൻ്റെ മോനായിട്ടുള്ള ഇബ്രാഹിം അലി ഖാൻ, ബോമിൻ ഇറാനി എന്നിവരാണ്. പടത്തിൻ്റെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് കയോസ് ഇറാനി എന്ന് പറഞ്ഞ ഒരാളാണ്. പ്രൊഡ്യൂസ്ഡ് ബൈ ഫോർത്ത് സ്റ്റാർ സ്റ്റുഡിയോസ് ആൻഡ് കരൺ ജോഹർ. പിന്നെ പടത്തിൻ്റെ സ്റ്റണ്ട് ചെയ്തിരുന്നത് സ്റ്റണ്ട് സിൽവയാണ്. എഡിറ്റർ ആരാന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല, സോറി. മ്യൂസിക് ബീജം ചെയ്ത് വെച്ചിരിക്കുന്നത് രവി ബസ്രൂറാണ്. കമ്പോസർ തനൂജ് തിക്കു എന്ന് പറഞ്ഞ ഒരാളുമാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫി ബൈ എന്തോ കമൽജിത്ത് എന്ന് പറഞ്ഞ ഒരാളാണ് ഈ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. പടത്തിൻ്റെ ഡ്യൂറേഷൻ 2 മണിക്കൂർ 16 മിനിറ്റ് ആണ്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ആവറേജ് വൺ ഡേ, അതാണ് എനിക്ക് തോന്നിയത്. എന്നാണ് ഈ സിനിമ ഇന്ന് OTT റിലീസായിട്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് തിയേറ്ററിൽ ഇറക്കണ സാധനമൊക്കെ എടുത്തിട്ട് OTT ഇറക്കണോ എന്ന് പറയുന്നവരുണ്ട്. OTT ഇറക്കേണ്ട സാധനങ്ങളൊക്കെ തിയേറ്ററിൽ ഇറക്കണമെന്നുണ്ട് എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഇത് എങ്ങനത്തെ സംഭവം എന്ന് ചോദിച്ചാൽ, ഒന്ന് ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം സൂപ്പർബായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം രാജുവേട്ടൻ്റെ ഒരു ഓറ, മീൻസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് രാജുവേട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അങ്ങേരെ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. വിജയ് മേനോൻ എന്ന് പറയുന്ന ക്യാരക്ടർ അങ്ങേരെ അത് മര്യാദയ്ക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതാണ് എനിക്ക് സ്ട്രിക്റ്റിൽ എടുത്ത് തോന്നിയത് ഇൻ ദ ഫസ്റ്റ് ഹാഫ്. ബട്ട് ഇൻ സെക്കൻഡ് ഹാഫ് ആ ക്ലൈമാക്സ് ഫൈറ്റിലോട്ടൊക്കെ എത്തിയപ്പോൾ എന്താണ് പ്രശ്നം പറ്റിയെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ ഒരു ഓറ സെക്കൻഡ് ഹാഫിൽ പോവുകയുണ്ടായി. പിന്നെ കാജോൾ ആദ്യം തൊട്ട് അവസാനം വരെയും അവർ ഷൈൻ ചെയ്തിട്ടുണ്ട് സിനിമയിൽ. അവർക്ക് വേണ്ടിയിട്ട് പണി വെച്ചിരിക്കണ മാതിരിയാണ് ഫീൽ ചെയ്തത്. അവർ അത്യാവശ്യം അവരുടെ ഫൈറ്റ് സീക്വൻസ് ഉണ്ട് ലാസ്റ്റ്, അതൊക്കെ അത്യാവശ്യം സൂപ്പർ. പിന്നെ ഇബ്രാഹിം അലി ഖാൻ സൈഫ് അലി ഖാൻ്റെ മോനാണ്. അങ്ങേര് രാജുവേട്ടൻ്റെ മോനായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അങ്ങേരുടെ ആ ക്യാരക്ടർ പറയാനാണെങ്കിൽ അങ്ങേരുടെ ഫസ്റ്റ് പടമാണെന്ന് തോന്നിയത്, എനിക്ക് അറിഞ്ഞൂടെ കറക്റ്റായിട്ട്. സൂപ്പർബായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ്. അങ്ങേരുടെ ഫ്ലാഷ് ബാക്കൊക്കെ നല്ലതായിട്ട് പോയിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, മകൻ സംഭവം ഒന്നുമില്ലടേ, ഗോട്ട് സിനിമയില്ലടേ വിജയിൻ്റെ, അതുമാതിരി ഒരു സ്റ്റോറിയാണ് സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഈ സിനിമയുടെ സ്റ്റോറി വെച്ച് നോക്കുമ്പോൾ എനിക്ക് വർക്കായി. പക്ഷേ സ്ക്രീൻ പ്ലേ വൈസ് അവർ ഫസ്റ്റ് ഹാഫിൽ മാത്രമേ അവർ മലയ്ക്ക് ചെയ്തു വെച്ചിട്ടുള്ളൂ. സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്കും അതെന്താണ് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഫൈറ്റർ കയറി വന്നിട്ടുണ്ട്, അത് വേറെ കാര്യം. ഫൈറ്റർ സിനിമയുടെ സ്പൂഫാണ് ഇത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് ചില സമയങ്ങളിൽ. അങ്ങനെയാണ് പോണ പടം. നിങ്ങളൊരു ഫൈറ്റർ സിനിമയൊക്കെ, ഞാൻ ഉദ്ദേശിച്ച ഋത്തിക് റോഷൻ്റെ ഫൈറ്റർ സിനിമ വിചാരിച്ചിട്ട് ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അല്ലാത്ത പക്ഷം കാണുകയാണെങ്കിൽ ഇത് വേറൊരു ഇതിലായിരിക്കും. ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, രാജുവേട്ടൻ മിലിറ്ററി ഓഫീസറായിട്ടൊക്കെ വരികയാണെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കണത് ഒരു പിക്കറ്റ് 43 ഇല്ലെങ്കിൽ പേര് ഞാൻ മറന്നുണ്ട്, പിക്കറ്റ് 43 ഒക്കെ ആയിരിക്കും ഞാൻ വിചാരിക്കണത്. ഇല്ലെങ്കിൽ അതിൻ്റെ പോലീസായിട്ട് അഭിനയിച്ച പടങ്ങൾ അതൊക്കെ ആയിരിക്കും ഞാൻ വിചാരിക്കണത്. എനിക്ക് ഒരുപാട് നാളെ ശേഷമാണ് ഒരു മിലിറ്ററി ഇതിലോട്ട് വരണത്, ഒരു റോൾ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അത്യാവശ്യം എക്സ്പെക്റ്റേഷൻ ഈ സിനിമയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ ഈ വർഷത്തെ ഹൈപ്ഡ് ഫിലിംസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് 20ാം സ്ഥാനത്തെന്തോ കിടക്കണ സിനിമയായത്. എനിക്ക് ഇഷ്ടം കൂടെ ഹൈപ്പുള്ള സിനിമകൾ. അപ്പോൾ ആ ഒരു ഹൈപ്പ് ഫസ്റ്റ് ഹാഫിൽ നല്ലതായിട്ട് ആ ഹൈപ്പ് നല്ലോണം നിലനിർത്തി വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സെക്കൻഡ് ഹാഫ് ഇറ്റ്സ് ഭയങ്കര ക്രിപ്പി ആയിപ്പോയിട്ട്. അത് ഞാൻ പിന്നെ ഇബ്രാഹിം അലി ഖാൻ്റെ ആദ്യമായിട്ടാണ് ഒരു പടം കാണുന്നത്. അങ്ങനെ എൻ്റെ ആദ്യത്തെ പടമെന്ന് തോന്നി ഈ സിനിമ. കറക്റ്റായിട്ട് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ, വി ഡോണ്ട് നോ. എന്തായാലും ഇനിയുള്ള പടങ്ങളിലെങ്കിലും അങ്ങേർക്ക് ഇതേപോലത്തെ റോളൊക്കെ അത്യാവശ്യം പറയാൻ പറഞ്ഞത്. ഈ സിനിമയിൽ ബോമിനി റാണിയുടെ റോള്
ആ റോളിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അങ്ങേര് ഒരു നെഗറ്റീവാണ്. കട്ട ഷോ ഒക്കെ വെച്ചിട്ടുണ്ട് അങ്ങേര്. മറ്റേ എൻ്റെ പേര് എന്താണ് എൻ്റെ പേര്, നാ പേര് സൂര്യ, നാ ഇല്ലു ഇന്ത്യ എന്ന് പറഞ്ഞ സിനിമയുണ്ട്, അല്ലു അർജുനുണ്ട്. അതിൽ എന്ത് ക്യാരക്ടറാണ് അങ്ങേർക്ക് കൊടുത്തത് അതേമാതിരി ഒരു ക്യാരക്ടർ ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. അങ്ങേര് അതൊന്നും വർക്കാവണില്ലായിരുന്നു എനിക്ക് ഇൻ ഫ്യൂ ടൈംസ്. പിന്നെ ഈ സിനിമയിൽ കോമഡി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏതാവനെങ്കിലും കാണാൻ നിന്താ സത്യമാണ്. അച്ചാലും കൊച്ചാലും ഈ സിനിമ നിങ്ങൾക്ക് പണിയും. അത് അങ്ങനത്തെ ഒരു സംഭവമാണ്. കാരണം കോമഡിക്ക് വല്ല ഇതില്ല, ഇമോഷൻ ആൻഡ് ആക്ഷൻ അതാണ് ഈ സിനിമയിൽ മെയിനായിട്ട് പറഞ്ഞു വന്നിരിക്കുന്നത്. അത് വിചാരിച്ചുകൊണ്ട് കാണുക. പിന്നെ ലാസ്റ്റ് ഈ സിനിമയിൽ ഗാജോട് മരിക്കുന്നുണ്ട്. മറ്റേ വില്ലൻ കയറി കുത്തും. വില്ലനാണെങ്കിൽ ഇവളുടെ ഗാജോളുടെ അപ്പന് എന്തുമായിരിക്കും പറയാൻ പറഞ്ഞിട്ട്. ഈ സിനിമയിൽ ഒന്നോ രണ്ടോ ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒന്ന് ഇബ്രാഹിം അലിഖാൻ്റെ ഫ്ലാഷ് ബാക്ക്, പിന്നെ ഗാജോളും രാജുവേട്ടനും പ്രണയിച്ച് നടന്ന സമയത്ത് ഫ്ലാഷ് ബാക്ക്. ആ സമയത്ത് ഈ സിനിമയിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ അവർ ആ ഫ്ലാഷ് ബാക്കിൽ പറയണത് കാജോള് ഒരു ടെററിസ്റ്റിൻ്റെ മോളായിട്ടാണ് ടെററിസ്റ്റിൻ്റെ മോളാണ്. അപ്പോൾ അവർ ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം രാജേട്ടനെ കാണുന്നു, ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് അതെല്ലാം നിർത്തി രാജുവിൻ്റെ കൂടെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. എന്നിട്ട് ഒരു കുഞ്ഞുണ്ടാകുന്നു, ചെറുക്കൻ ഉണ്ടാകുന്നു. ആ ചെറുക്കനാണ് ഇബ്രാഹിം അലിഖാൻ. ഞാൻ സ്റ്റോറി ആയിട്ട് ഇപ്പോൾ പറയണത്. അപ്പോൾ എന്നിട്ട് മീൻസ് രാജുള്ള രാജുള്ള അച്ഛൻ ഒരു ദിവസം ചക്കനെ തട്ടിക്കൊണ്ടുപോവാണ്. എന്നിട്ട് രസത്തിലോട്ട് കൊണ്ടുവരാണ്. പക്ഷെ അവന് ഇതിൽ വല്ല എന്നിട്ട് അവനെ വലുതാക്കി അവനെ വല്ല ടെററിസ്റ്റ് ആക്കാൻ നോക്കണം. പക്ഷെ രാജുവായിട്ട് ഈ കാര്യമൊക്കെ അറിയോ, എങ്ങനെയൊക്കെയോ അറിയും. എന്നിട്ട് രാജ എങ്ങനെയാണ് അച്ഛനും മകനും എങ്ങനെ ഒന്നായി, എന്നിട്ട് അമ്മയ്ക്ക് എന്ത് സംഭവിച്ച്, അതൊക്കെയാണ് പടത്തിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഗോട്ടിൻ്റെ ഒരേ ഒരു സ്റ്റോറിയാണ്, ഒരു തീമാണ് ഈ സിനിമയിൽ വരുന്നത്. ഐ മീൻ വിജയൻ്റെ ഗോട്ട്, നോട്ട് വേറെ ഒരു ഗോട്ടുമല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ പടത്തിൻ്റെ സ്റ്റോറി വൈസ് നല്ലതാണ്. പക്ഷെ സ്ക്രീനിൻ്റെ ഫസ്റ്റ് ഹാഫിൽ അവർ മര്യാദയ്ക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്ക് എനിക്ക് ചില സമയത്ത് ഉറക്കം വരുന്നുണ്ടായിരുന്നു ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അത് രാജുവേട്ടൻ്റെ പടമാണ്. മീൻസ് രാജുവേട്ടൻ ആക്ഷനിൽ മീൻസ് എൻ്റെ സംശയം ചെയ്യണമെങ്കിൽ ഇപ്പോൾ മലയാളം ഫിലിം ഇൻഡസ്ട്രി, നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി തന്നെ നോക്കുകയാണെങ്കിൽ പൊന്നുമന്തൻ, ലാലേട്ടൻ, സുരേഷ് ഗോപി, നമുക്കൊക്കെ കഴിഞ്ഞാൽ രാജുവേട്ടനാണ് ഏറ്റവും കൂടുതൽ ആക്ഷൻ ചെയ്യാൻ അറിയാവുന്ന ഒരു ആക്ടർ എന്ന് പറയുന്നത് മലയാളം ഫിലിം ഇൻഡസ്ട്രി. അപ്പോൾ ഇത്തരം ആക്ടർ ഇങ്ങനെ പടം ചെയ്യുമ്പോൾ എന്തായാലും നല്ലൊരു ഹൈപ്പ് വരും, അത് വേറെ കാര്യം. പിന്നെ ഇമോഷൻസ് അത്യാവശ്യം ഫസ്റ്റ് ഹാഫ് വർക്കായി, സെക്കൻഡ് ഹാഫ് ഇൻ പാർട്സ്, അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഞാൻ ഹോട്ട്സ്റ്റാറിലാണ് കണ്ടത്. എനിക്ക് അത്യാവശ്യം പടം കണ്ടതിൽ എനിക്ക് സന്തോഷിക്കുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദിസ് ഇസ് ആവറേജ് ഫിലിം ബിക്കോസ് ഫസ്റ്റ് ഹാഫ് ഈസ് സൂപ്പർബ്. ഗാജോട് വരെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ചാണ് രാജോട്ടനാണെങ്കിലും ഇബ്രാഹിം അലിഖാനാണെങ്കിലും പിന്നെ പറയാൻ പറഞ്ഞു മ്യൂസിക് ആൻഡ് മ്യൂസിക് ഷോ കേട്ട പാട്ട് കട്ട ബോറ് കാണിച്ച ചെയ്യണത്. ബീജം വാസ് സൂപ്പർ, അത് ഞാൻ 100% പറയാണ്. ബീജം അടിച്ചു പൊളിച്ചിട്ടുണ്ട് നമ്മുടെ രവി ബസ്രൂർ. പിന്നെ സിനിമാറ്റോഗ്രഫി നല്ല ചെയ്തിട്ടുണ്ട്. കാശ്മീരിലെ സീക്വൻസ് ക്ലൈമാക്സ് ഫൈറ്റൊക്കെ അത്യാവശ്യം വിഷ്വലൈസ് ആയി വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റണ്ടിന് വേണ്ടിയിട്ട് ഈ പടം കണ്ടുകൊണ്ടിരിക്കുക, വിഷ്വൽസിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ആദ്യം തൊട്ട് അവസാനം വരെ. ഇനി വീണ്ടും ഞാൻ പറയുകയാണ്, പോസിറ്റീവ്സ് എന്തെങ്കിലും പറയാനുണ്ടെന്ന് ആരെങ്കിലും ഒന്നുകൂടി ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഇസ് സൂപ്പർ. കാജോൾ ചേച്ചി ആദ്യം തൊട്ട് അവസാനം വരെ മര്യാദ ചെയ്ത് വെച്ചിട്ടുണ്ട്. രാജോട്ടനും ഇബ്രാഹിം അലിഖാൻ ഫസ്റ്റ് ഹാഫിൽ മര്യാദ ചെയ്തിട്ടുണ്ട്. പിന്നെ ബീജം കൊള്ളായിരുന്നു. പിന്നെ വിഷ്വലി വൈസും ആക്ഷൻ വൈസും അത്യാവശ്യം സൂപ്പർബായിരുന്നു. പക്ഷേ
ഇതൊക്കെ പിന്നെ സ്റ്റോറിയും അത്യാവശ്യം നൈസായിരുന്നു. ബാക്കിയെല്ലാം ഇതും തനിക്കിടെ തോന്നുകയാണ് ഒത്തിരി. എനിക്ക് പിന്നെ സ്ക്രീൻ പ്ലേ ഫസ്റ്റ് ഹാഫിൽ സൂപ്പറായിരുന്നു. അത് ഞാൻ പറയാൻ മറന്നു, സോറി പറഞ്ഞപ്പോൾ. എന്തായാലും കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്ക്. ഇന്ന് ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടിട്ട് കാണുക. നിങ്ങളൊരു രാജേട്ടൻ ഫാനാണെങ്കിലും ഒരു ആക്ഷൻ ഫിലിമൊക്കെ ഇഷ്ടമുള്ള ഒരാളാണെങ്കിലും ഗോട്ടൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഞാൻ ഈ വീഡിയോ പ്രിസ്ക്രൈബ് ചെയ്യുന്നവർക്കൊക്കെ ഈ സിനിമ ഇഷ്ടമുള്ളതായിരിക്കും. ഗോട്ട് സിനിമ, ഐ മീൻ വിജയൻ്റെ ഗോട്ട് ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ സിനിമ അത്യാവശ്യം ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഗോട്ട് ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കാം ഇതെനിക്ക് ആവറേജായിട്ട് ഫീൽ ചെയ്യാൻ കാരണമായിരിക്കുന്നുള്ളത്. കാരണം എനിക്കൊരു ഗോട്ടെന്ന സിനിമ തിയേറ്ററിൽ കണ്ടിട്ട് അത് സെപ്റ്റംബർ കഴിഞ്ഞ സെപ്റ്റംബർ 5 ഞാൻ സിനിമ റിലീസ് ചെയ്തത്. അത് രാത്രി വേണം പോയിട്ട് ആദ്യത്തെ 45 മിനിറ്റ് വരെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തെറുവിളി ഇറങ്ങി ഞാൻ തിയേറ്ററിൽ. അതെന്തായാലും ആവട്ടെ. വാസ്റ്റ് ഞാൻ തൽക്കാലത്തേക്ക് മാറ്റാൻ ശ്രമിച്ച, പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ അത് ഓർത്തുപോയി, സോറി. എന്തായാലും വിജയണ്ണൻ ഇനി അടുത്തത് എന്തായാലും ഹരിഹര വീരമല്ലു ഇറങ്ങിയിട്ടുണ്ട്. എന്ത് തേങ്ങയാണ്, എന്തായോ എന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും സമയം കിട്ടുകയാണെങ്കിൽ എന്തായാലും അത് കാണണം. പിന്നെ ജൂലൈ 31 നമ്മുടെ വിജയ് ദേവറോണയുടെ കിങ്ഡം ഇറങ്ങുന്നുണ്ട്. പിന്നെ ഓഗസ്റ്റ് 14 വാർ 2-ഉം കൂലിയും. പിന്നെ പറയാൻ പറഞ്ഞു, ഓഗസ്റ്റ് 1 സൺ ഓഫ് സർദാർ 2 ഇറങ്ങുന്നുണ്ട്. അതെന്ത് അതിൻ്റെ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് സെക്കൻഡ് ട്രെയിലർ കണ്ടിട്ട് എനിക്കെന്തോ ശോകം തോന്നുന്നുണ്ട്. എന്താ ഇടണു. പിന്നെ സെപ്റ്റംബറിൽ അത് പൊളിക്കുന്നുണ്ട്. സെപ്റ്റംബറിൽ ഹൃദയപൂർവ്വമുണ്ട്, ബാൾട്ടി ഉണ്ട്. പിന്നെ ബബ്ബ എപ്പോഴാണ് കറക്റ്റായിട്ട് എനിക്ക് അറിയണം. ഓഗസ്റ്റിലാണെന്ന് ഫീൽ തോന്നുന്നു, എനിക്ക് ഐഡുണ്ടോ. പിന്നെ ഓഗസ്റ്റിൽ മാസ് ചത്രയുണ്ട് കേട്ടോ, മറ്റേ നമ്മുടെ രവിതേജടാ, അതെന്തേലും പൊളിക്കട്ടെ. പിന്നെ സെപ്റ്റംബറിൽ ഇങ്ങനെ ഇതുണ്ട്, മറ്റേ OG ഇറങ്ങുന്നുണ്ട്, മറ്റേ സാവന ഡയറക്ടർ ചെയ്യണം. പിന്നെ അഖണ്ഡ 2, പിന്നെ എന്താണ് ഓടും കുതിര ചാടും കുതിര അങ്ങനത്തെ ഉണ്ട് നമ്മുടെ ഫഹദ്വാസിൻ്റെ പടം, അതൊക്കെ ഇറങ്ങുന്നുണ്ട്. പിന്നെ ഇന്ന് ഒരു പടം ഇറങ്ങിയിട്ടുണ്ടല്ലോ ഫഹദ്വാസിൻ്റെ, മെരീസന്, അതൊക്കെ കാണണം. ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ എന്തായാലും കണ്ടിന്യൂ, അതെന്തായാലും കാര്യം. ഇല്ലെങ്കിൽ OTT വന്നിട്ടാണെങ്കിൽ ഞാൻ കാണും. എന്തായാലും എനിക്ക് നല്ല വിഷമമുണ്ടേ. എന്തായാലും ഞാൻ തൽക്കാലത്തേക്ക് പോവുകയാണ്. പടം കണ്ടവരാണെങ്കിൽ അഭിപ്രായം പറയുക. പിന്നെ ഒരു കാര്യം, ഞാൻ JSKയുടെ റിവ്യൂ ഇട്ടപ്പോൾ എനിക്ക് ആ സിനിമ ആവറേജായിട്ട് ഫീൽ ചെയ്തു. അതിൽ നിർണായ കാര്യം പറഞ്ഞിരുന്നു. അതിൻ്റെ കൂടെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് നിങ്ങളുടെ കപ്പ് ഓഫ് ടീ ആവണമെന്നില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ എന്നിട്ടും ഒരുപാട് പേര് കമൻസിൽ ഇത് കളയണമെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു കമൻറ്റ് റിപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ ഒപ്പീനിയനാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്കത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, JSKയുടെ റിവ്യൂവിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഓരോ പടവും മീൻസ് ഈ സിനിമയാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അതിൽ വിചാരിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചിലതൊന്നും ഇല്ലാത്ത സംഭവങ്ങളൊക്കെ എനിക്ക് നെഗറ്റീവായിട്ടാണ് ഫീൽ ചെയ്തത്. ഞാൻ ബാറ്റില്ലാത്ത വില്ലൻ, അത് നേരത്തെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു, ബാറ്റില്ലാത്തൊരു വില്ലനായിരിക്കും എന്നുള്ളത്. അത് എന്തിനാവട്ടെ. പക്ഷെ ആ സിനിമ എനിക്ക് ഞാൻ ഒരു യൂഷ്വൽ കോർട്ട് റൂം ഡ്രാമ എന്നുള്ളതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ആ സിനിമ അത്യാവശ്യം എനിക്ക് വർക്കായിട്ടുണ്ടായിരുന്നു. അത്രയും ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അല്ല ചിന്താമണി കൊലക്കേസൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അതാരെ കാര്യം, അതെന്തിനാട്ട്. അപ്പോൾ നിങ്ങളെ എന്ന് എയർലൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒന്നുകൂടി പറയാം, നിങ്ങളുടെ ഒപ്പീനിയൻ ആയിരിക്കില്ല എൻ്റെ ഒപ്പീനിയൻ, ആയിരിക്കില്ല നിങ്ങളുടെ ഒപ്പീനിയൻ. ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ആണെങ്കിലും അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയണം ആവശ്യമുണ്ടോ, അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ബൈ ബൈ. ഡെൽറ്റ വസ്കസ് പിഷ്കാവും.